അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദുമാർ ആലിമീങ്ങളാണ്. ആലിമീങ്ങൾ അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തരക്കാരാണെന്ന് വിശേഷിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു സമുദായമാണ്. പ്രത്യേകിച്ചിട്ടും മദ്രസ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരാണ്. എന്നീ ബുയിസ്തു മുഅല്ലിമ, എന്നെ ഒരു മുഅല്ലിമായിട്ടാണ് അയക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅല്ലിമായിരുന്നു. ആ മുഅല്ലിമിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ഫിഖ് മസല പഠിപ്പിച്ചു കൊടുക്കുകയും ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെ നിസ്കരിക്കണമെന്നും നോമനുഷ്ഠിക്കണമെന്നും തുടങ്ങിയ ദീനീ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായക്കാരാണ്. ആ സമുദായത്തെ സഹായിക്കലും അവർക്ക് ഒത്താശയും ചെയ്തു കൊടുക്കലും ഉമറായിൻ്റെ ബാധ്യതയാണ്, നാട്ടുകാരുടെ ബാധ്യതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിംഫാൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് സമുദായം, ഇദാ സ്വലഹ സ്വലഹൻ നാസു കുല്ലുഹും, ആ രണ്ട് സമുദായം നന്നായാൽ മുഴുവനും ജനങ്ങൾ നന്നാകും. ഇദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും, ആ രണ്ട് സമുദായം കേടായി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും കേടാകും. അവർ ആരാണ്? അൽ ഉലമാഹു വൽ ഉമറാഹു, ആലിമീങ്ങളും നാട്ടിൻ്റെ ഉമറാക്കന്മാരുമാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദുമാരുടെ ശമ്പളത്തിൻ്റെ വിഷയത്തിലും അവരുടെ ജീവിതശൈലിയെ സംബന്ധിച്ചും ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തൊക്കെ ദീനീ പ്രബോധനത്തിന് വേണ്ടി ശമ്പളം ചോദിക്കാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ ഉസ്താദുമാരും പൂർവികന്മാരും പഠിപ്പിച്ചത്, നിങ്ങൾ ശമ്പളം ചോദിക്കാൻ പാടില്ല, അവർ തരുന്ന സ്വതക്ക അല്ലെങ്കിൽ ഹദിയ, അവർ തരുന്ന ഔദാര്യം നിങ്ങൾ വാങ്ങിച്ചാൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം വളരെയേറെ പ്രയാസമുള്ള സാഹചര്യമായതുകൊണ്ട് എല്ലാ വസ്തുക്കൾക്കും ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും വില കൂടിയതുകൊണ്ട്, മാത്രമല്ല മറ്റുള്ള ജീവിത ശൈലികളൊക്കെയും എല്ലാ വസ്തുക്കൾക്കും വില കൂടിയതുകൊണ്ട് ഒരു ജീവിതം, ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസകരമാണ്. കുട്ടികളുടെ പഠനശൈലിയായാലും അതുപോലെ തന്നെ മറ്റുള്ള ഏത് വിഷയത്തിലായാലും പ്രയാസമാണ്. അതുകൊണ്ട് തുച്ഛമായ ശമ്പളം വാങ്ങുന്ന മുഅല്ലിമീങ്ങൾ, അതുപോലെ തന്നെ ഖതീബന്മാർ, മുഅദ്ദിൻമാർ, അവർക്ക് അനുയോജ്യമായ ശമ്പളം കൊടുക്കണം. ഇന്നേ വരെ ഒരുപാട് ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, താജുൽ ഉലമ, താജുൽ ഫുഖാഹ് തുടങ്ങിയ താജു ശരിയ ഉസ്താദ് തുടങ്ങിയവരൊക്കെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെയും നമ്മളോട് ഉപദേശിച്ചത്, മഹലിൽ ശമ്പളം ചോദിക്കരുത്, മറിച്ച് ദീനീ ഖിദ്മത്ത്, ദീനീ പ്രബോധനം ചെയ്യുക. നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ ദീനീ പ്രബോധനങ്ങളും ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുമ്പോൾ പണം നിങ്ങളുടെ പിന്നിൽ കൂടുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസുല്ലാഹു തആല സിററുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ആ പണം ഞാനെങ്കാലം അത് സ്റ്റോക്ക് ചെയ്ത് ഒരു സഞ്ചിയിലിട്ട് വെക്കുകയാണെങ്കിൽ കടപ്പുറത്ത് അതിൻ്റെ കര കെട്ടുന്നതിന് എനിക്ക് പാറക്കല്ല ആവശ്യമില്ലായിരുന്നു, എനിക്ക് പണത്തിൻ്റെ ചാക്ക് കൊണ്ട് അതിൻ്റെ കര സാധിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അവരൊക്കെയും പണത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല, പണം അവരെ പിന്നാലെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം ഞങ്ങളും മുൻഗാമികളും പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം വളരെ മോശകരമായതുകൊണ്ട് പെട്രോളിനും ഡീസലിനും മറ്റുള്ള എല്ലാ സാമഗ്രികൾക്കും വില കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഉസ്താദിന് 2-3 കുട്ടികളുണ്ടായാൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വളരെയേറെ പ്രയാസമാണ്. ഒരു വർഷത്തിൽ അവരെ പരിശോധിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് 11,000 ശമ്പളം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മരിച്ചുപോയ അസ്രഫ് ഉസ്താദ് ഉർമണ, അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ കാര്യം കേട്ടപ്പോ 11,000 കൊണ്ട് ഞാൻ എൻ്റെ ലോണ് വീടലാണോ അല്ല എൻ്റെ ജീവിതത്തിന്റെ ശൈലി മുന്നോട്ട് കൊണ്ടുപോകലാണോ? വളരെയേറെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. ഇതൊരു അസ്രഫ് ഉസ്താദല്ല, എത്രയോ മഹല്ലുകളിൽ 11,000-നും 10,000-നും ജോലിയെടുക്കുന്ന ഉസ്താദുമാർ പോകട്ടെ 7,000-ന് വരെ അവരുടെ മജ്ബൂറിന് വേണ്ടി മറ്റൊരു ജോലിയൊന്നും അവർക്ക് പഠിച്ചിട്ടില്ല, അതിന്റെ ശൈലിയും അവർ അറിയില്ല, അതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് 7,000 ശമ്പളത്തിന് ദീനി ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കുറച്ച് ദിവസം മുമ്പ് ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഒരുപാട് മഹലിൽ ഖതീബായ ആളാണ്, വലിയ പ്രഭാഷകനും ഖതീബുമായ നല്ല കഴിവുള്ള ഒരു ഉസ്താദാണ്. ആ ഉസ്താദിന്റെ ശമ്പളം ഞാൻ ചോദിച്ചപ്പോ, ഞാൻ എവിടെയാണെന്ന് പറയുന്നില്ല, ആ ഉസ്താദിന്റെ ശമ്പളം ഇപ്പൊ നിലവിൽ ചോദിച്ചപ്പോൾ 11,000 രൂപ. സുബ്ഹാനല്ലാഹ്, ഇത് കഴിവില്ലാത്ത മഹല്ലല്ല, വലിയ കഴിവുള്ള മഹല്ലുകളുടെ അവസ്ഥയാണ്. വലിയ വലിയ കോടീശ്വരന്മാരും വലിയ വലിയ ബിസിനസ്സന്മാരും ഉള്ളതായ മഹലിന്റെ അവസ്ഥയാണ് ഞാനിത് പറയുന്നത്. ചില മഹല്ലുകൾ ഉണ്ടാകാം വളരെ പാവപ്പെട്ടവർ, അവർക്ക് 100 രൂപ വന്തിക പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാകാം. അവരെ സംബന്ധിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇന്നേ വരെ ഒരു പ്രതിഭടനം നടന്നിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ പോരാട്ടം നടന്നിട്ടുണ്ടാവൂല. പക്ഷെ ഉലമാന് അത് യോജിച്ചതുമല്ല. ദീനി ദഅവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിയുന്ന പരമാവധി എന്നിൽ നിന്ന് ഇൽമു പറഞ്ഞു കൊടുക്കുക. അത് ഒരു ആയത്താണെങ്കിലും ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പാലിച്ചുകൊണ്ട് ആലിമീങ്ങളുടെ ബാധ്യത. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്രസയിൽ സുബ്ഹാനല്ലാഹ് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ, 8-ാം ക്ലാസ് വരെ, 9-ാം ക്ലാസ് വരെ, 10-ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു. അതിന്റെ ശേഷം 8 കൊല്ലം, 10 കൊല്ലം, 12 കൊല്ലം അവർ ദർസ് രംഗത്തും കോളേജിലുമായി പഠിച്ചിട്ടാണ് ഒരു 5 പൈസ പോലും ശമ്പളം വാങ്ങാതെ, ഒരു ഇൻകമിങ്ങും ഇല്ലാതെ അവരുടെ ബാല്യപ്രായം മുഴുവനും അവർ ദീനിയായ കാര്യം പഠിക്കാൻ വേണ്ടി നീക്കിവെച്ചവരാണ്. അതിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് അവർ ദീനി രംഗത്ത് വരുമ്പോ സുബ്ഹാനല്ലാഹ് വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലിയെടുക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇവിടെ ദീനിന്റെ കാര്യം 2 സമുദായത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഉമറാവും ഉലമാവും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ശമ്പളം ഇത്ര കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ചില മഹല്ലുകളുണ്ട് വഖഫിന്റെ ഭാഗത്തിൽ നിന്ന് ഖതീബമാർക്ക് മുഅദ്ദിൻമാർക്ക് മറ്റേ വഖഫിൽ നിന്ന് വരുമ്പോ അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്, ശമ്പളം കട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നത് പറയുന്നില്ല. മഹല്ലിന്റെ കഴിവനുസരിച്ചിട്ട് ഓരോ മഹല്ലിന്റെ കമ്മിറ്റിക്കാരും നേതാക്കന്മാരും ഉമറാക്കളും അത് വ്യത്യസ്തമായ കാലക്രമേണ അത് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഞങ്ങൾ മുമ്പ് അങ്ങനെയാണ് കൊടുത്തത്, ഇപ്പോ ഇങ്ങനെയാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാ സാമഗ്രികൾക്കും വില കൂടിയത് കൊണ്ട് അവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ എത്രമാത്രം പ്രയാസമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരാൾ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ പണ്ട് 20 രൂപയാണ് ഒരു കല്ലിക്കുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് ഒരു ചെത്തുകല്ലിക്ക് 20 രൂപയാണെങ്കിൽ ഇന്ന് ഒരു ചെത്തുകല്ലിക്ക് 40 രൂപയാണ്, ഡബിളാണ് എന്നതുപോലെ. അതേപോലെ തന്നെ കുറച്ചു കാലം മുമ്പ് പെട്രോളിന് 65 രൂപയാണെങ്കിൽ ഇന്ന് 110 മാറി. അതുപോലെ തന്നെ ഗ്യാസിനാണെങ്കിലും എല്ലാ വിഷയത്തിലും വില കൂടിയത് കൊണ്ട് ഉസ്താദുമാരുടെ ശമ്പളത്തിന്റെ കാര്യത്തിലും ഈ മഹല്ല് കമ്മിറ്റിക്കാർ, നാട്ടുകാർ, ഉമറാക്കന്മാർ അത് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്, കടങ്ങൾ വാങ്ങി വീട് നിർമ്മിച്ചവരുണ്ട്, അതുപോലെ തന്നെ കടങ്ങൾ വാങ്ങി മക്കളെ കെട്ടിച്ചു കൊടുത്ത ഉസ്താദുമാരുണ്ട്, അതുപോലെ
അതുപോലെ തന്നെ കടങ്ങൾ വാങ്ങി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവിട്ടവരുണ്ട്. ആ കടങ്ങളെ ഞങ്ങൾ എങ്ങനെ വീടും എന്ന് വിഷമിക്കുന്ന ഉസ്താദുമാരുടെ കണ്ണുനീർ ഇവിടുത്തെ ഉമറാക്കന്മാർ കാണാതെ പോകരുത്. അത് ശാപമായി മാറരുത് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളത്. ഉമറാക്കന്മാരെ ഞാൻ ചീത്ത പറയുകയോ ആക്ഷേപിക്കുകയോ മഹല്ല് കമ്മിറ്റിക്കാരെ ആക്ഷേപിക്കുകയോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ദീനിയ ദഅവത്ത് ഒരു സമുദായത്തിനിക്ക് മാത്രം ഏൽപ്പിച്ചതല്ല. സിംഫാനി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ രണ്ട് സമുദായം, രണ്ട് വിഭാഗം ആളുകൾ. അതാരാണ്? അൽ ഉലമാ ഉമറാ, ആലിമീങ്ങളും ഉമറാക്കന്മാരുമാണ്. അവർ രണ്ടാളും ഒരുമിച്ച് കൂടിയാലേ ഇസ്ലാം ദീനിനെ സമുദായത്തിനിക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരുപാട് അസ്രഫുമാർ അത്തരം ദുഃഖകരമായ മരണത്തിന്റെ വക്കിലേക്ക് അവരെ എത്തിക്കാതെ അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കണം. സഹോദരന്മാരെ, ഇന്ന് ഒരു മഹല്ലിൽ നോക്കിയാൽ എന്തെങ്കിലും ഒരു 30% ആളുകൾ സക്കാത്ത് കൊടുക്കാൻ അർഹത ഉള്ള ആളുകളാണ്. കോടികളുള്ളവരുണ്ട്, ലക്ഷങ്ങളുള്ളവരുണ്ട്. അവർക്കെയും ഓരോ ലക്ഷത്തിന്റെയും ശതമാനം കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അത്ര മുഅല്ലിം ഉസ്താദുമാർക്ക്, മുഅല്ലിമീങ്ങള്, അതുപോലെ തന്നെ ഉസ്താദുമാർ എന്ന് പറഞ്ഞിട്ട് സക്കാത്തിന്റെ അർഹതപ്പെട്ട ആളുകൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഫക്കീറന്മാരാണോ, അവർ മിസ്കീനുകളാണോ എന്ന് പരിശോധിച്ച് നോക്കി അത്തരം ഉസ്താദുമാരെ, അതുപോലെ തന്നെ കടത്തിൽ അകപ്പെട്ടവരാണോ എന്ന് പരിശോധിച്ച് നോക്കി അവരെ സഹായിക്കാൻ വേണ്ടി ഉമറാവ് മുന്നോട്ട് വരണം. നാട്ടിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വരണം. ഇവിടുത്തെ സമുദായത്തിന്റെ ദീനി ദഅവത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തവരാണ്. ഇവിടുത്തെ ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഉസ്താദുമാർ ഉള്ളത് കൊണ്ടാണ്, മുഅല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സമുദായത്തിൽ ദീനിയായ വെളിച്ചവും ഇൽമിയായ വെളിച്ചവും നിലനിൽക്കുന്നത്. അത് കെടാതെ ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത ഇവിടെ നിലനിൽക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് ആലിമീങ്ങൾ വേണം, പണ്ഡിതന്മാർ വേണം, ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ വേണം, മദ്രസ സിസ്റ്റമുകൾ വേണം, അതുപോലെ തന്നെ മഹല്ലിന്റെ നിയന്ത്രണങ്ങളൊക്കെയും വേണം. അതിന് വേണ്ടി ഉത്തമമായ ശമ്പളം കൊടുത്തുകൊണ്ട് ആ മഹല്ല് ഉസ്താദുമാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.